അങ്ങ് തിരിച്ചു ചെല്ലുമ്പോ വഴക്ക് കിട്ടുന്ന മട്ടാണ്. നിയമം തെറ്റി നടക്കുന്നതിന്. നിയമമോ? അവിടെയുണ്ടോ നിയമങ്ങൾ? കൊള്ളാം, അതേ ഉള്ളൂ. നിയമങ്ങളുടെ 100 കുരുക്കുകളിൽ കുടുങ്ങിയാണ് ഓരോ ഗന്ധർവന്റെയും ഓരോ നിമിഷവും. അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യാം. സൂര്യന്റെയും ചന്ദ്രന്റെയും കാലടി വെപ്പുകൾ അളന്നു കൂട്ടിയിട്ട് വേണം അനങ്ങാൻ പോലും. അതിനിപ്പോ എന്ത് നിയമോ തെറ്റിച്ചത്? പലതും. തേടിപ്പിടിച്ച പൂവിൽ നിന്ന് തേൻ വലിച്ചെടുക്കുന്ന കാട്ടുവണ്ടിന്റെ വേഗതയിൽ കീഴടക്കുന്ന പെൺകുട്ടിയുടെ കന്യകാത്വം വലിച്ചു കുടിച്ചുകൊള്ളണമെന്നാണ് ഞങ്ങളുടെ കൽപ്പന. ഞാനത് തെറ്റിച്ചിരിക്കുകയല്ലേ ഈ നിമിഷം വരെ. ഒരു പെണ്ണിനെ സ്നേഹിക്കാൻ, ഒരു പെണ്ണിന്റെ സ്നേഹം വാങ്ങാൻ അതിനൊന്നിനും ഞങ്ങൾക്ക് അവകാശമില്ല. ആദ്യ സ്പർശത്തിൽ തന്നെ മനുഷ്യ സ്ത്രീയെ കീഴടക്കിക്കൊള്ളണം. അടിമകളാക്കാം, ഇരകളാക്കാം. തൊണ്ടാകുമ്പോൾ പുതിയ ഇര തേടി പറന്നു പൊയ്ക്കൊള്ളണം. അങ്ങനെ പാടുള്ളൂ, ഇല്ലെങ്കിൽ ശിക്ഷയാണ്. എന്താ ശിക്ഷ? അതൊക്കെ പറയാൻ തുടങ്ങിയാൽ ഇപ്പോഴൊന്നും അവസാനിക്കില്ല. തന്നെയുമല്ല, തൽക്കാലം അത് കുട്ടി അറിയേണ്ട കാര്യങ്ങളല്ല. പുലരുന്നു. പുലർന്നോട്ടെ. പുലരുമ്പോ മുറിയിലുണ്ടാവണ്ടേ? വീട്ടിലെല്ലാവരും തിരക്കില്ലേ? തിരക്കട്ടെ. ഇപ്പൊ നമുക്ക് പോവാം. ഞാൻ പിന്നെ വന്നോളാം. വേണ്ട. വരണ്ടേ? നീ വരണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ വരാതിരിക്കും എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. പറഞ്ഞോ? ഇല്ല. പിന്നെ എന്തിനീ പിണക്കം? ആരെങ്കിലും കണ്ടാൽ ഉടനെ എന്തിനാ ഇങ്ങനെ ഓടിപ്പോന്നത്? ഒരു കള്ളനെ പോലെ എന്നോടൊന്ന് പറയുക പോലും ചെയ്യാതെ പെട്ടെന്ന് അങ്ങ് ഓടിപ്പോന്നതാ എനിക്ക് പിടിക്കാത്തത്. കുട്ടിയല്ലാതെ വേറൊരാളെന്നെ കണ്ടാൽ എന്താ കുഴപ്പം? ഇതുപോലെ കണ്ടാൽ ഒരു ദോഷവും ഇല്ല. ആരാണെന്ന് ചോദിച്ചാൽ എന്റെ ഫ്രണ്ട് ആണെന്ന് പറയും, ഇല്ലേ കസിനാന്ന് പറയും. അതുകൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടായില്ലേ? അത് ഞാൻ നോക്കിയോളാം. എങ്കിൽ ഇനി അങ്ങനെ ഓടിപ്പോയില്ല. സത്യം? സത്യം. വീണ്ടും ഒരു കൽപ്പന കൂടി ലംഘിക്കുകയാണ്. എങ്ങനെ? ഒരു സമയത്ത് ഒന്നിലേറെ മനുഷ്യരുടെ മുന്നിൽ പെടാൻ പാടില്ല എന്നൊക്കെയാണ്. പക്ഷേ അത് സാരമില്ല. സ്വർഗത്തിന്റെ കൽപ്പനകളെക്കാൾ നീ പറയുന്നത് അനുസരിക്കാനാണ് ഇപ്പോഴെനിക്കിഷ്ടം. മറ്റത് മടുത്തു. ചേച്ചി, വാതില് തുറക്ക്. ബാബേജി, വാതില് തുറക്കാൻ. ഇപ്പൊ മനസ്സില്ല. അമ്പലത്തിൽ പോണ്ടേ? നേരം വെളുത്തു. ചേച്ചി, മര്യാദയ്ക്ക് വാതില് തുറക്ക്, ഇല്ലെങ്കിൽ ഞാൻ ചവിട്ടി പൊളിക്കും. ഇപ്പൊ തുറക്കാൻ പറ്റില്ല. ഞാനിവിടെ ഡ്രസ് ചേഞ്ചില്ല. അതിനിപ്പോ ഞാൻ അങ്ങോട്ട് വന്നാൽ എന്താ? ഇപ്പൊ തുറക്കാൻ പറ്റില്ല എന്ന്. പോടി അവിടുന്ന്. എന്നാ അവിടെ കിടന്നോ, ഞാൻ പോവാ. മുത്തശ്ശി, ഈ ഗാന്ധർവം എന്ന് പറഞ്ഞാൽ എന്താ? എന്താ കുട്ടിയത്? ഗാന്ധർവം എന്താ അർത്ഥം? ഗാന്ധർവം എന്ന് പറഞ്ഞാൽ ഇപ്പോ ശകുന്തളയും ദുഷ്യന്തനും കൂടി എന്താ നടന്നത്? ഗാന്ധർവ വിവാഹം. പെണ്ണും ചെറുക്കനും മാത്രം അറിഞ്ഞുള്ള കല്യാണം. അതാത്. അപ്പോഴീ ഗന്ധർവൻ എന്ന് പറഞ്ഞാലോ? ഗന്ധർവൻ എന്ന് പറഞ്ഞാൽ സാധാരണ ഗന്ധർവന്മാരുടെ കല്യാണം ഇങ്ങനെയാണെന്നാ പറയുന്നേ. പെണ്ണും ഗന്ധർവനും മാത്രമേ അറിയൂ. അതീന്ന ഈ വാക്ക് വന്നത്. ആരാ മുത്തശ്ശി ഈ ഗന്ധർവന്മാര്? അവര് സ്വർഗലോകത്തിലെ പാട്ടുകാരാ. ദേവേന്ദ്രന്റെ സദസ്സിൽ പാടുന്നത് അവരാ. അവര് പിന്നെന്തിനാ ഭൂമി വരുന്നത്?
ഇവരുടെ പാട്ടിലും സൗന്ദര്യത്തിലും ഒക്കെ ദേവലോകത്തെ ചില പെണ്ണുങ്ങളും മയങ്ങും. അവര് ചിറ്റിക്കളി ഉണ്ടാക്കും. ഇത് ഒടുവിൽ ദേവേന്ദ്രന്റെ കണ്ണീ പെടും. അപ്പൊ അങ്ങേര് പെണ്ണുങ്ങളെ ശാസിച്ച് ഒതുക്കി നിർത്തിയിട്ട് ഇവരെ ശപിക്കും. ഭൂമിയിൽ പോയി ഇത്ര കോടി യുഗങ്ങള് അല്ലെങ്കിൽ ഇത്ര മനുഷ്യജന്മങ്ങള് അലഞ്ഞു തിരിഞ്ഞ് നടന്നോളാൻ. അങ്ങനെ ഗന്ധർവന്മാര് ഭൂമി വന്ന് ആകാശത്തോടെ അലഞ്ഞു നടന്ന് ഭൂമിയിലെ ചില പെണ്ണുങ്ങളെ നോട്ടവിടും. കന്യകമാരെ മാത്രമേ പുള്ളിക്ക് വേണ്ടൂ. അങ്ങനെ നോക്കി നോക്കി ഇഷ്ടപ്പെടുന്ന കന്യകമാരോട് ഒത്തുകൂടി ബന്ധപ്പെക്കും. എന്നിട്ടെന്താ, അവരുടെ സമയമാകുമ്പോ അവരങ്ങ് പോവും. അപ്പൊ ആ പെണ്ണുങ്ങള്? എന്റെ മോളെ, ഗന്ധർവം കൂടിയ ആ പെണ്ണിന്റെ ജീവിതം പാഴാ. വേറെ ഒരു കല്യാണത്തിന് സമ്മതിക്കില്ല. അങ്ങനെ അങ്ങ് നിന്ന് മുരടിക്കും. അത് തന്നെ. മുത്തശ്ശി ഒരു ഭയങ്കര സുന്ദരിയായിരുന്നല്ലോ. മുത്തശ്ശിക്ക് ഇങ്ങനെ വല്ലതും? പൊയ്ക്കാണോ? നിനക്കൊക്കെ ഇപ്പൊ അമ്മോടും മുത്തശ്ശിയോടൊക്കെ എന്തും പറയാന്നായിരിക്കണു അല്ലേ? ഹേയ്, എന്റെ മുത്തശ്ശിയുടെ അടുത്തല്ലാതെ ഞാനിതൊക്കെ ആരോടാ പറയാ? ദിവ്യഗന്ധം അറിയുന്നവൻ ഗന്ധർവൻ, അങ്ങനെ അതിന്റെ നിർവചനം. ഇവര് ദേവേന്ദ്രന്റെ സദസ്സിലെ പാട്ടുകാരാ? ഗന്ധർവന്മാര് ശരിക്ക് ദേവലോകത്ത് മാത്രമല്ലെന്നാ പറയുന്നത്. പക്ഷേ ഇന്ദ്രന്റെ സദസ്സിലെ കക്ഷികൾക്ക് മാത്രമേ ശാപവും ഭൂമിയിൽ വരലുമൊക്കെയുള്ളൂ. മിക്ക പുരാണങ്ങളിലുമുണ്ട് ഇവരെ പറ്റി. മൊത്തം 6333 ഗന്ധർവന്മാരുണ്ടെന്നാ അഥർവ വേദത്തിൽ പറയുന്നത്. അതെങ്ങനാ? അത് കൂടുകയില്ല, കുറയേയില്ല? ഇല്ല, അവർക്ക് മരണമില്ല, കുട്ടികളും ഉണ്ടാവില്ല. എന്നിട്ട് പല ഗ്രന്ഥങ്ങളില് പല തരത്തിലാ ഇവരെ പറ്റി പറയുന്നത്. പൊതുവായിട്ട് പറയുന്ന 2 സംഗതികള്: സുന്ദരികളിൽ താല്പര്യമുള്ളവരാണ്, പിന്നെ ഈശ്വരന്മാർക്കും ദേവന്മാർക്കും ഒക്കെ സോമം ഉണ്ടാക്കുന്നവരാണ്. സോമരസം എന്ന് പറഞ്ഞാൽ മദ്യം. അപ്പോ കള്ളവാറ്റും പെണ്ണുപിടിയും കൊള്ളാമല്ലോ കക്ഷികള്. കൂടെ സംഗീതം. സ്റ്റൈൽ. എന്താടി മോളെ ഇപ്പൊ പെട്ടെന്ന് ഗന്ധർവനെ പറ്റി ഒരു ഏയ് വെറുതെ. എന്റെ ഗോപാലകൃഷ്ണനാരെ, കല്യാണം കഴിക്കാത്ത പെൺകുട്ടികളുള്ള വീട്ടില് ചില പൂജയും കർമ്മങ്ങളൊക്കെ ചെയ്യിച്ചു വെക്കണമെന്ന് ഞാൻ എപ്പോഴും പറയാറില്ലേ? അപ്പൊ നിങ്ങൾക്ക് അത് കളി. അതിനിപ്പോ എന്തുണ്ടായി? ഒന്നും ഉണ്ടായില്ല. ഇന്ന് കാലത്ത് മുതൽ ഈ കുട്ടി ഗന്ധർവന്മാരെ പറ്റി ചോദിച്ചുകൊണ്ട് നടക്കുക. നിങ്ങൾ വലിയ ഇലക്ട്രിസിറ്റി എഞ്ചിനീയറൊക്കെ ആയിരിക്കും. പക്ഷേ ഞാൻ പറയുന്ന പോലെ ചെയ്തില്ലെങ്കിൽ അതിൻ്റെതായ അനിഷ്ടങ്ങൾ ഉണ്ടായിന്ന് വരും. എന്റെ കൂവേ അല്ല, അനിഷ്ടങ്ങൾ ഉണ്ടാവും തന്നെ ഞാനും പറഞ്ഞേ. ആ ഏയ്, One, lipids are one of the important foodstuffs. Two, they give more fuel to our body and so energy and power than carbohydrates. 3, EFA, that is essential fatty acids, have important values as vitamins, the deficiency of which will cause skin problems. 4, they are the electrical insulators of our body. So that's all for the day. Bhama, 1 minute. yes sir. എക്സാം അടുക്കും തോറും ഒന്നും അറിയാത്തതുപോലാണല്ലോ. ഇല്ല സർ. അല്ലല്ല, കുറച്ച് ദിവസമായി ഞാൻ നോട്ട് ചെയ്യുക. സോറി സർ. കണ്ടവാനെ സ്ട്രെയിൻ ചെയ്യരുത്. വല്ലാതെ ഹായ്. ഏയ്, ഒന്ന് നിൽക്കുന്നേ. വേണ്ട, എനിക്ക് മനസ്സിലായി. എന്ത് വേണ്ട. കയറു കുട്ടി. എനിക്ക് ആളെ മനസ്സിലായെന്ന് പറഞ്ഞില്ലേ? എനിക്ക് തന്റെ പ്രശ്നവും മനസ്സിലായെന്ന് പറഞ്ഞില്ലേ? വാ, നമുക്ക് സംസാരിക്കാം. കേറിയാട്ടെ. എങ്ങോട്ട്? എങ്ങോട്ട് പോണം പറഞ്ഞാ മതി. എനിക്കൊരു കാപ്പി കുടിക്കണം. കുടിക്കാലോ, കേറ്.
അതെ, ഉം? എല്ലാവർക്കും എന്നെ ഇപ്പൊ കാണാം. നീ കാണുന്ന പോലെ തന്നെ. കണ്ടോട്ടെ, കാണണം. ഓ, സോറി. ഇരുന്നാട്ടെ. എക്സ്ക്യൂസ് മീ. 1 minute, please. അയ്യോ, നനഞ്ഞല്ലോ. സാരമില്ല. താങ്ക് യു, താങ്ക് യു. ഇറ്റ്സ് ഓൾ റൈറ്റ്, ഇറ്റ്സ് ഓക്കെ. താങ്ക് യു. 2 കോഫി, എനിക്കൊരു ഓംലെറ്റ്. ഓ. അവിടെ വേണ്ട, ഇനി കോഫി മാത്രം. ഞാൻ എന്തിനാ വെള്ളം തട്ടിയിട്ടെന്നറിയാമോ? ഉം. അവർക്കെല്ലാം കാണാമോന്ന് ടെസ്റ്റ് ചെയ്യാൻ. പറഞ്ഞത് നേരാണോന്നറിയാൻ. ഞാൻ ചില കാര്യങ്ങൾ അറിഞ്ഞു. എന്നെ പറ്റി? അതെ. അവിടെ മദ്യം മാറ്റിയ ജോലി. എന്ന് ചോദിച്ചാല് പിന്നെ മറ്റതും അറിഞ്ഞു. അതെന്താ? പെണ്ണുങ്ങളുടെ ഭാമയുടെ അറിവ് മുഴുവൻ തെറ്റല്ല. സത്യം പറഞ്ഞ ഞങ്ങൾ ആ ലോകത്തെ അടിമകളാണ്. ദേവന്മാരുടെ അടിമ, ഗന്ധർവൻ. അവർ യജമാനന്മാർ. അവരെ പാടി സുഖിപ്പിക്കുക, അവർക്ക് മദ്യം വിളമ്പുക, അപ്സരസകളുമൊത്തുള്ള അവരുടെ ക്രീഡകൾക്ക് മുന്നിൽ നപുംസകത്തെ പോലെ നോക്കി നിൽക്കുക. എല്ലാം കഴിഞ്ഞ് ഒരു പെണ്ണിനെ മോഹിച്ചു പോയാൽ, ഒരു നോട്ടം പാളിപ്പോയാൽ ഉടൻ ശാപം. ഭൂമിയിൽ പൊയ്ക്കോളൂ. അവിടെ കോടികൽപ്പങ്ങൾ അഭയാർത്ഥിയായി അലഞ്ഞോളൂ. അവിടുത്തെ അധമകളായ സ്ത്രീകളിൽ ഇണയെ കണ്ടെത്തിക്കോളൂ. ശാപം പോലും. അവർ വിട്ടികൾ. അധമം എന്നവർ ധരിച്ചു വച്ചിരിക്കുന്ന ഈ ഭൂമി അവരുടെ സ്വർഗത്തെക്കാൾ ഭംഗിയുള്ളതാണെന്ന് അവർക്കറിയില്ല. അവരുടെ അപ്സരസുകളെക്കാൾ ഭംഗിയുള്ള പെൺകുട്ടികൾ ഈ ഭൂമിയിലുണ്ടെന്ന് അവർ മനസ്സിലാക്കുന്നില്ല. സാർ, വേറെന്തെങ്കിലും? വേണ്ട. പിന്നൊരു കാര്യം, എനിക്ക് ഒളിച്ചെടി തീരെ പിടിക്കുന്നില്ല. എനിക്ക് കാണണം തോന്നുമ്പോഴൊക്കെ കാണണം. വിളിച്ചാ വരാനുണ്ടാവണം. അത് ഒന്നും പറയണ്ട. ഇതെന്താ ഇപ്പോ ഒരാളുടെ മാത്രം സൗകര്യത്തിന് ഒരുതരം 1 വേ ട്രാഫിക് പരിപാടി? അത് നടക്കില്ല. അതിന് പ്രശ്നങ്ങളുണ്ട്. എനിക്കതൊന്നും കേൾക്കണ്ട. ഓക്കെ. ഇനി കാണണമെന്ന് തോന്നുമ്പോഴൊക്കെ ഈ മുത്തെടുത്ത് ഞാനെത്തും. നിനക്ക് മാത്രമേ ഈ മുത്ത് കാണാൻ സാധിക്കുകയുള്ളൂ. ശരിക്കും? ആ, പക്ഷെ എപ്പോഴെപ്പോഴും അങ്ങനെ ചെയ്യരുത്. വളരെ അത്യാവശ്യമുള്ളപ്പോൾ മാത്രം. ആ, അല്ലേ കുഴപ്പ. മനസ്സിലായി. ചെയ്യാൻ പാടില്ലാത്തതാണ്. ഓ പിന്നെ. മുട്ട കഴിക്കുന്നോ? ഏയ്, ഞങ്ങൾ മീനും മുട്ടയൊന്നും കഴിക്കാറില്ല.